പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് എക്കണോമിക്സ് സെക്കൻഡ് സെമസ്റ്റർ BBA ഹോണേഴ്സ് വിദ്യാർത്ഥികളുടെ മേജർ സബ്ജക്റ്റ് ആണ്. അതിലെ മൊഡ്യൂൾ 3 ഇമ്പോർട്ടന്റ് 6 മാർക്സ് ആൻഡ് 10 മാർക്സ് ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമാണ്. ഇതിലെ പാർട്ട് 1 വീഡിയോ ആണിത്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ടാകുന്നതാണ്. പാർട്ട് 1 വീഡിയോയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? Perfect competition is a market structure where a large number of buyers and sellers trade homogeneously products with free and entry and exit and perfect information. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഒരേപോലത്തെ കമ്മോഡിറ്റി വിൽക്കുന്ന മാർക്കറ്റിന് എന്ത് പറയുന്നത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അവിടെ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്. അതേപോലെ തന്നെ ആ മാർക്കറ്റിനെ കുറിച്ച് പെർഫെക്റ്റ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. നോ സിംഗിൾ ബയർ ഓർ സെല്ലർ ഹാസ് കൺട്രോൾ ഓവർ ദ പ്രൈസ്. പ്രൈസിൽ ഒരു സിംഗിൾ ബയർക്കോ ഒരു സെല്ലർക്കോ കൺട്രോൾ ഉണ്ടായിരിക്കില്ല. പ്രൈസ് ഡിറ്റർമിൻ ചെയ്തത് മാർക്കറ്റ് ഫോഴ്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ ഫീച്ചേഴ്സ്, ഒന്നാമത്തെ ഫീച്ചേഴ്സ്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഹോമോജീനിയസ് പ്രൊഡക്റ്റ്, ഒരേപോലത്തെ ഐഡന്റിക്കൽ പ്രൊഡക്റ്റ് ആയിരിക്കും, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്, പുതിയൊരു ഫേമിന് എൻട്രി ചെയ്യാം, നിലവിലുള്ള ഫേമിന് എക്സിറ്റ് ചെയ്യാൻ കഴിയും, പെർഫെക്റ്റ് നോളജ് ഉണ്ടായിരിക്കും, കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് പ്രൈസ് ആൻഡ് പ്രൊഡക്റ്റ് ബയേഴ്സിനും സെല്ലേഴ്സിനും ഉണ്ടായിരിക്കും, പ്രൈസ് ടേക്കർ ഫേം ആയിരിക്കും. ഫേം എന്തായിരിക്കും? പ്രൈസ് ടേക്കർ ആയിരിക്കും. മാർക്കറ്റ് ഡിമാൻഡ് സപ്ലൈയും ഡിറ്റർമിൻ ചെയ്യുന്ന പ്രൈസ് ആയിരിക്കും ഇവർ എടുക്കുക. നോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ, ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഉണ്ടായിരിക്കില്ല. നോ റെഗുലേഷൻ ഓർ റെസ്ട്രിക്ഷൻ അഫക്റ്റിംഗ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് റിസോഴ്സ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ മൂവ് ഫ്രീലി ബിറ്റ്വീൻ ഫേം. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇനി ചിലപ്പോൾ essay ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പ്ലെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പിന്നെ അടുത്ത വരുന്ന ക്വസ്റ്റ്യൻ കൂടി ചേർന്നൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അടുത്ത്, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസും ഔട്ട്പുട്ടും ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് ഇത് ഒന്നായിട്ട് ചോദിക്കാം. ചിലപ്പോൾ ഇത് സെപ്പറേറ്റ് ചോദിക്കാം, ഷോർട്ട് റണ്ണും ലോങ് റണ്ണിലും. അങ്ങനെ ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യനുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആദ്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഡിമാൻഡ് കർവ്, പ്രൈസ് കർവ്, AR, MR ഒക്കെ ഹൊറിസോണ്ടൽ ടു X ആക്സിസ് ആയിരിക്കും. ഇത് യു ഷേപ്പ് ഉള്ളത് MC ആണ്. അങ്ങനെ MC MRഉം ഈക്വൽ ചെയ്യുന്ന പോയിന്റിലാണ് എന്തുണ്ടാവുക? ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് നമ്മൾ പറയാം. ഇവിടെ രണ്ട് പോയിന്റ് ഉണ്ട് ഇക്വിലിബ്രിയം ആയിട്ട്. ഒന്ന് Q1ൽ E1 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റ്, ഇവിടെ MC MR ഈക്വൽ ആണ്. പിന്നെ E എന്ന് പറയുന്ന Qലെ പോയിന്റ്, അവിടെ MCയും MR ഈക്വൽ ആണ്. പക്ഷെ ഇതിന്റെ രണ്ടാമത്തെ കണ്ടീഷൻ, ഒന്നാമത്തെ കണ്ടീഷൻ MC MR ഈക്വൽ ആണ്, രണ്ടാമത്തെ കണ്ടീഷൻ MC കട്ട് MR ഫ്രം ബിലോ ആയിരിക്കണം. അപ്പൊ ഇവിടെ ഒന്നാമത്തേല് MC MRനെ കട്ട് ചെയ്യുന്നത് എബവ് എന്നാണ്. അപ്പൊ E1 എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പോയിന്റ് അല്ല. E എന്ന് പറയുന്നത് MC എന്താണ്? അടിയിൽ നിന്ന് മുകളിലോട്ടാണ് കട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ ഇക്വിലിബ്രിയം പോയിന്റ്. ഓക്കെ, അതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പോയിന്റ്. Firm's equilibrium under perfect competition short run. The given diagram represents firm's equilibrium point in the short run under perfect competition. In a perfectly competitive market, firms are price takers. Firm price takers are meaning they cannot influence the market price. Market price determined and must accept the price determined by industry demand and supply. അപ്പോൾ അവർ ഇൻഡസ്ട്രിയിലെ ഡിമാൻഡും സപ്ലൈയും ഡിറ്റർമിൻ ചെയ്യുന്ന പ്രൈസാണ് ഇവർ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പം ഇവിടെ നമ്മൾ നോക്കുക, MCയും MRഉം ഈക്വൽ ആവുന്ന പോയിന്റ്, ഈ പോയിന്റിലാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. E എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഇക്വിലിബ്രിയം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ Q പോയിന്റിലാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഔട്ട്പുട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രൈസും ARഉം MRഉം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് E ആണ്. MC is equal to MR എന്ന് പറയുന്ന പോയിന്റ് E ആണ്. അതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പോയിന്റ്. ഓക്കെ, സിൻസ് ദ ഫേം ഈസ് പ്രൈസ് ടേക്കർ, AR MR റിമെയിൻ കോൺസ്റ്റന്റ്. ഇവിടെ AC കർവ് എന്ന് പറയുന്നത് യു ഷേപ്ഡ് കർവാണ് ഡ്യൂ ടു എക്കണോമിക്സ് ആൻഡ് ഡിസ്എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. MC ഇനീഷ്യലി ഫാൾസ് ദെൻ റൈസ് കട്ടിംഗ് AC at its lowest point. The firm maximize profit where MC is equal to MR. MC is equal to MR. The output corresponding to equilibrium is Q. അപ്പോൾ ഇതാണ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെവലിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നമ്മൾ MC ഈ പോയിന്റിൽ AC ഈ പോയിന്റ് ആണ്, PAEB ആണെന്ത് പ്രോഫിറ്റ്. ഇത്ര ഈ പ്രോഫിറ്റ് ഉണ്ട്. എന്തുകൊണ്ടാ? ഈ ഇക്വിലിബ്രിയം പോയിന്റിന് സമാനമായിട്ടുള്ള AC കർവ്, ആവറേജ് കോസ്റ്റ് കർവ്, ആ ആവറേജ് അത്രയാണ് ആവറേജ് കോസ്റ്റ് വരുന്നത്. അതിന് മുകളിലേക്ക് കിട്ടുന്ന റവന്യൂ ഉണ്ടല്ലോ, ഈ ഭാഗം എന്ത് ചെയ്യണം? ഈ ഭാഗം ABQ0 എന്നുള്ള ഭാഗത്തിൽ കോസ്റ്റ് ആണ്.
ബാക്കി ഇവിടുന്ന് കിട്ടുന്ന ആ കോസ്റ്റ് കവർ ചെയ്യുന്ന റവന്യൂ എത്ര കിട്ടുന്നുണ്ട്? PEQO ഉണ്ട്. പക്ഷെ പ്രോഫിറ്റ് എത്ര ആയിരിക്കും? ഈ റവന്യൂവിൽ നിന്നും കോസ്റ്റ് കഴിഞ്ഞിട്ടുള്ളത് PEBA എന്ന് പറയുന്നതാണ് റവന്യൂ എന്ന് പറയുന്നത്. ദ ഫേം ടോട്ടൽ റവന്യൂ ഇസ് ഗിവൺ ബൈ P into Q. ദ ടോട്ടൽ കോസ്റ്റ് ഇസ് AC into Q. AC into Q ആണ്. അതാണ് ഈ ഷെയ്ഡ്. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ AR and AC gives per unit profit. The total profit is represented by the area PAEB എന്ന് പറയുന്നതാണ് എന്ത്? ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേം പ്രോഫിറ്റ് പോസിബിലിറ്റി, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവും, നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവും. സൂപ്പർ നോർമൽ പ്രോഫിറ്റിൽ P is greater than AC ആയിരിക്കും. P is greater than AC ആയിരിക്കും. എന്തുകൊണ്ടാ? ഇവിടെ നോക്കുക, ACയുടെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ലെവലിലാണ്. ഈ ലെവലിലാണ് AC എടുക്കുന്നത്. അപ്പോൾ P ഏതാണ്? P ഈ ലെവലിൽ പ്രൈസിന്റെ ലൈൻ ഇതാണല്ലോ. അപ്പോൾ ഈ വ്യത്യാസമാണ് എന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പ്രൈസ് AC കാട്ടിയും കൂടുതലാണ്. സോ ഫേം ഈസ് ഏൺ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഈ കേസിൽ. ഓക്കെ, ഇനി നോർമൽ പ്രോഫിറ്റ് ഉണ്ട്. നോർമൽ പ്രോഫിറ്റിൽ ACയും പ്രൈസും ഈക്വൽ ആയിരിക്കും. സീറോ എക്കണോമിക് പ്രോഫിറ്റ് ആയിരിക്കും. ഇവിടെ നോക്കാം, P is equal to AC. ഇവിടെ നോക്കാം, ACയും പ്രൈസും എന്താണ്? ഈക്വൽ ആണ്. പ്രൈസും ACയും ഈക്വൽ ആണ്. സോ നോർമൽ പ്രോഫിറ്റ് ആണ് അവിടെ ഏൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി ലോസ് എന്ന് പറയുന്നത് ഈ P is less than AC. AC-നെക്കാട്ടി കുറവായിരിക്കും പ്രൈസ്. ഓക്കെ, ഈ കേസിൽ എടുക്കുക, AC-നെക്കാട്ടിലും കുറവാണ് പ്രൈസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ആ നിലക്ക് ഇതാണ് AC ഇവിടെയാണ്, പ്രൈസ് ഈ പോയിന്റിലാണ്. സോ ഇവിടെ എന്താണ്? ഫേം എന്തായിരിക്കും? ലോസ് ആയിരിക്കും അനുഭവപ്പെടുക. ഓക്കെ, ഇനി ഫേംസ് ഇക്വിലിബ്രിയം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ലോങ് റൺ. ദ ഗിവൺ ഗ്രാഫ് റെപ്രസെന്റ് ലോങ് റൺ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഫോർ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഫേം. നേരത്തെ കേസ് പോലെയാണ്, നോർമൽ പ്രോഫിറ്റ് ആണ് ലോങ് റണ്ണിൽ ഉണ്ടായിരിക്കുക. ഇതിൽ ഫേം എന്ത് ചെയ്യാണ്? ഇതാണ് ഡിമാൻഡ് പ്രൈസ്, AR MR കർവ്. MC AR-നെ കട്ട് ചെയ്യുന്നത്, MC MR-നെ കട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഈ പോയിന്റിലാണ്, E എന്നുള്ള പോയിന്റിലാണ് കട്ട് ചെയ്യുന്നത്. സോ ഇക്വിലിബ്രിയം പോയിന്റ് ഇതാണ്. ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ OQ എന്ന് പറയുന്നത്, 0Q എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. MC കട്ട് ഫ്രം MR ഫ്രം ബിലോ. മറ്റൊരു പോയിന്റ് ഉണ്ട്, പക്ഷെ ഈ പോയിന്റ് ഉണ്ട്, പക്ഷെ അവിടെ എന്തില്ല? MC കട്ട് ഫ്രം അബവ് എന്നാണ്. സോ ഇക്വിലിബ്രിയം പോയിന്റ് E എന്നുള്ള പോയിന്റ് ആണ്. അവിടെ നോർമൽ പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്യുന്നത്. AR MR കർവ് ദിസ് ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. LAC ലോങ് റൺ ആവറേജ് കോസ്റ്റ്, ദിസ് ഇസ് U shaped curve representing firm cost per unit in long run. Firm operates as its minimum LAC in the long run equilibrium. So LMC, this curve intersect the LAC at its minimum point, ensuring cost efficiency. At point E, the firm LMC intersect LAC at its minimum point, the firm making normal profit in the long run. Marginal cost is equal to marginal average cost. Firm productive at output level, LMC equal to LAC is equal to AR is equal to MR. ഈ പോയിന്റ് E എന്ന പോയിന്റിൽ AR ഈക്വൽ ആണ്, MR ഈക്വൽ ആണ്, LMC ഈക്വൽ ആണ്, LAC ഈക്വൽ ആണ്. Firms earn normal profit. This ensure productive efficiency. The productive efficiency ensure firm earn only normal profit, meaning total revenue equal to total cost. Normal profit ആയതുകൊണ്ട് total revenue total cost equal ആയിരിക്കും. There is no incentive for new firm to enter or existing firm to exit. പുതിയൊരു ഫേമിന് എൻ്റർ ചെയ്യാനുള്ള ഒരു ഇൻസെന്റീവ് ഉണ്ടായിരിക്കില്ല. നിലവിലുള്ള ഫേമിനെ എക്സിറ്റ് ചെയ്യാനും തോന്നില്ല. എന്തുകൊണ്ടാണ്? റവന്യൂ കോസ്റ്റിനെ കവർ ചെയ്യുന്നതാണ്. റിസോഴ്സ് ആർ അലോക്കേറ്റഡ് ഒപ്റ്റിമലി ആൻഡ് നോ ഫേം ക്യാൻ ഇൻക്രീസ് പ്രോഫിറ്റ് വിത്തൗട്ട് ഇന്നോവേഷൻ, കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റിഡക്ഷൻ ഇല്ലാതെ, പുതിയ ഇന്നോവേഷൻ ഇല്ലാതെയോ പുതിയ ഫേം നോ ഫേം ക്യാൻ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ കഴിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൊണോപ്പൊളി. മൊണോപ്പൊളിയുടെ ക്യാരക്ടർ. മൊണോപ്പൊളി എന്ന് പറയുന്നത് സിംഗിൾ ഫേം ആണ്. ഒരു സിംഗിൾ ഫേം അവരായിരിക്കും സോൾ സെല്ലർ ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് വിത്ത് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. അവിടെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവില്ല. ഹൈ ബാരിയേഴ്സ് ടു എൻട്രി. പുതിയ ഫേമിന് എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. ഒരു സിംഗിൾ ഫേം ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു സിംഗിൾ ഫേം ആയിരിക്കും, മൊണോപ്പൊളിസ്റ്റ് ആയിരിക്കും, സിഗ്നിഫിക്കന്റ് കൺട്രോൾ ഓവർ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൊണോപ്പൊളി. മൊണോപ്പൊളി സിംഗിൾ സെല്ലർ ആയിരിക്കും, ഒരു സെല്ലറിന്റെ ആയിരിക്കും. നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതിന് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റി ഉണ്ടായിരിക്കില്ല. ഓക്കെ. ഹൈ ബാരിയേഴ്സ് ടു എൻട്രി. പുതിയൊരു ഫേമിന് എൻ്റർ ചെയ്യാൻ ലീഗൽ, ടെക്നോളജിക്കൽ, ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ. ദേ ആർ പ്രൈസ് മേക്കർ. അവരാണ് പ്രൈസ് മേക്ക് ചെയ്യുന്നത്. ക്യാൻ സെറ്റ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്. ഇവിടുത്തെ ഡിമാൻഡ് കർവ് എന്തായിരിക്കും? ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആയിരിക്കും. ഇവർ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും. അതിന് പ്രധാന കാരണം ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ ആണ്. ഓക്കെ. റെസ്ട്രിക്റ്റഡ് കൺസ്യൂമർ ചോയ്സ്. ഇവിടെ കൺസ്യൂമർ ചോയ്സ് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. കൺസ്യൂമർ ഹാവ് ലിമിറ്റഡ് ഓപ്ഷൻ. പോസിബിലിറ്റി ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ.
പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് മാർക്കറ്റിൽ ഡിഫറെന്റ് പ്രൈസ് സാധനം വിൽക്കാം. ഓക്കെ, ഇതിനെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് മൊണോപ്പൊളി. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, നാച്ചുറൽ മൊണോപ്പൊളി അറൈസ് ഡ്യൂ ടു ഹൈ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ മേക്കിംഗ് ഇറ്റ് മോസ്റ്റ് എഫിഷ്യന്റ് സിംഗിൾ ഫേം ടു ഓപ്പറേറ്റ്. പബ്ലിക് യൂട്ടിലിറ്റി ലൈക്ക് ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, റെയിൽവേ ഒക്കെ എന്താണ് നാച്ചുറൽ മൊണോപ്പൊളി. അതിന് പ്രധാന കാരണം ഹൈ ഫിക്സഡ് കോസ്റ്റ്, നല്ല ചെലവുണ്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പൊ കേരളത്തിൽ KCB പോലുള്ള ഒരു പുതിയൊരു പ്രൊജക്ട് കൊണ്ടുവരാണെങ്കിൽ ഹൈ കോസ്റ്റ് ഉണ്ട്. ആ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ, അവർ തന്നെ ലാർജ് സ്കെയിൽ ആയതുകൊണ്ട് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ഉണ്ട്. അതുകൊണ്ട് മോസ്റ്റ് എഫിഷ്യന്റ് ആയിരിക്കും അവർ സിംഗിൾ ഫേം ടു ഓപ്പറേറ്റ്. അതുകൊണ്ട് അതിനെ നമ്മൾ നാച്ചുറൽ മൊണോപ്പൊളി എന്ന് പറയും. ഇനി ലീഗൽ മൊണോപ്പൊളി ക്രിയേറ്റഡ് ബൈ ഗവൺമെന്റ് ലോ ത്രൂ പാറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, എക്സ്ക്ലൂസീവ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, എക്സ്ക്ലൂസീവ് റൈറ്റ് ഇതുകൊണ്ടൊക്കെ ഗവൺമെന്റ് ലീഗൽ ആയിട്ട് അവർക്ക് മാത്രമേ ആ ഇത് കൊടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുള്ളൂ. അതിനെ എന്ത് പറയാ, ലീഗൽ മൊണോപ്പൊളി എന്ന് പറയാം. ചില മരുന്നുകൾ, പോസ്റ്റൽ സർവീസ് ഇതൊക്കെ ലീഗൽ മൊണോപ്പൊളി. ഇനി ടെക്നോളജിക്കൽ മൊണോപ്പൊളി ഉണ്ട്. എക്സിസ്റ്റ് when a firm has a exclusive control over unique technology or production method. പുതിയ യുണീക്ക് ആയിട്ടുള്ള ടെക്നോളജി പ്രൊഡക്ഷൻ മെത്തേഡ് ഉള്ളതുകൊണ്ട് അവരെന്തായിരിക്കും ടെക്നോളജിക്കൽ മൊണോപ്പൊളി ആയിരിക്കും. കാരണം മൊണോപ്പൊളി ഹോൾഡിംഗ് എ പാറ്റന്റ് ഫോർ എ ന്യൂ ടെക്നോളജി, ഒരു പുതിയ ടെക്നോളജിയിലുള്ള പാറ്റന്റ്, അതിനെ ടെക്നോളജിക്കൽ മൊണോപ്പൊളി എന്ന് പറയും. ഗവൺമെന്റ് മൊണോപ്പൊളി ഉണ്ടാവും. ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ എസെൻഷ്യൽ സർവീസ്. എസെൻഷ്യൽ സർവീസിന് വേണ്ടി ഗവൺമെന്റ് ആയിരിക്കും ഓൺ ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുക. ഇന്ത്യൻ റെയിൽവേ, നാസ, പബ്ലിക് ട്രാൻസ്പോർട്ട് ഇൻ സം കൺട്രീസ്. പ്രൈവറ്റ് മൊണോപ്പൊളി പ്രൈവറ്റ്ലി ഓൺഡ് ഫേം ദാറ്റ് dominate the market due to capital, resource and unique product, resource, capital കൊണ്ട് ഒരു firm dominate ചെയ്യാം. എക്സാമ്പിൾ ഗൂഗിൾ ഇൻ ഓൺലൈൻ സെർച്ച്, മൈക്രോസോഫ്റ്റ്. ഓക്കെ, PC operating system. Pure monopoly, a single seller in the market with no cross substitute and no competition. ഒരു സിംഗിൾ ഫേം മാത്രമേ ഉള്ളൂ, നോ ക്രോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉള്ള കേസിനെ എന്താ പറയാ, പ്യുവർ മോണോപ്പൊളി. ലോക്കൽ യൂട്ടിലിറ്റി പ്രൊവൈഡ് ഇൻ സം റീജിയൻ. Discriminating monopoly. Discriminating monopoly, a monopoly that charge different price to different customers based on willingness to pay. അവർ പൈസ കൊടുക്കാൻ തയ്യാറാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ്, ഡിഫറെന്റ് പ്രൈസ് ആയിരിക്കും ഡിഫറെന്റ് കസ്റ്റമേഴ്സിന്. എയർലൈൻ ടിക്കറ്റ്, മൂവി തിയേറ്റർ, സ്റ്റുഡന്റ് ഡിസ്കൗണ്ട്, ഇതൊക്കെ. ബൈലാറ്ററൽ മൊണോപ്പൊളി. ബൈലാറ്ററൽ മൊണോപ്പൊളി പറഞ്ഞാൽ സിംഗിൾ സെല്ലറും സിംഗിൾ ബയറും ഉണ്ട്. അതിനെ എന്താ പറയാ, ബൈലാറ്ററൽ മൊണോപ്പൊളി എന്ന് പറയാം. ഇന്ത്യയിൽ മിലിറ്ററി കൺട്രോൾ ഒക്കെ ചില രാജ്യങ്ങളൊക്കെ ബൈലാറ്ററൽ മൊണോപ്പൊളിയാണ്. ഇതാണ് ടൈപ്സ്. ഓക്കെ, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ആൻഡ് മൊണോപ്പൊളി. നമ്മൾ നേരത്തെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഡിമാൻഡ് കർവ്, AR കർവ്, MR കർവ് ഒക്കെ എന്തായിരുന്നു, ഹൊറിസോണ്ടൽ ടു എക്സ് ആക്സിസ് ആണ്. എന്നാൽ ഇവിടെ മൊണോപ്പൊളിയിൽ എന്താണ്, ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആണ്. ഡിമാൻഡ് AR, MR. ഓക്കെ, ഇത് ഷോർട്ട് ടേം മൊണോപ്പൊളിസ് ഡിറ്റർമിൻ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ് ബൈ ഇക്വേറ്റി മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ്. നേരത്തെ പറഞ്ഞ കണ്ടീഷൻ തന്നെയാണ്. മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റും ഈക്വൽ ആവുന്ന പോയിന്റിലാണ് ഔട്ട്പുട്ട് പ്രൈസ് എന്താ ഇക്വിലിബ്രിയത്തിൽ എത്തുക. അൺലൈക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി സോൾ സെല്ലർ ആണ്. ഇൻ ദ മാർക്കറ്റ് ഫേസ് ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. D equal to AR is equal to P. Meaning it must lower its price is sell more unit. Equilibrium condition. A monopolist reach equilibrium at point E. Point E ലാണ് equilibriumത്തിൽ എത്തുക. Where the marginal revenue equal to marginal revenue equal to intersect short term marginal cost. Short term marginal, ഇത് ഷോർട്ട് റണ്ണിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. അപ്പൊ E എന്നുള്ള പോയിന്റിലാണ് equilibriumത്തിൽ എത്തുന്നത്. This ensures that firm is maximizes its profit. The corresponding equilibrium output is Q. ഫേം ഇക്വിലിബ്രിയത്തിൽ ഈ പോയിന്റിലാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. ഡിറ്റർമിൻ ദ പ്രൈസ്. വൺസ് ദ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഈസ് ഡിറ്റർമിൻ ദ മോണോപ്പൊളി സെറ്റ് ഈസ് പ്രൈസ്. ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ മോണോപ്പൊളിസ്റ്റ് എന്ന പ്രൈസ് ഡിറ്റർമിൻ ചെയ്യും യൂസിങ് ഡിമാൻഡ് കർവിന്റെ അടിസ്ഥാനത്തിൽ. സിൻസ് ദ കർവ് റെപ്രസെന്റ് ദ പ്രൈസ് കൺസ്യൂമർ ആർ വില്ലിംഗ് ടു പേ ഫോർ ഡിഫറെന്റ് ഔട്ട്പുട്ട് ലെവൽ. അറ്റ് ഔട്ട്പുട്ട് Q ദ പ്രൈസ് ഈസ് P1. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ പ്രൈസ് എന്താണ്, ഈ ക്യൂവിന് സമാനമായിട്ടുള്ള ഔട്ട്പുട്ട് ഏതാണ്, P1 ആണ്. ഈ P1 ലെവലിലുള്ള പ്രൈസ് ആണ്. P പ്രൈസിലാണ് അവരെന്ത് ചെയ്യുക, സാധനം വാങ്ങാൻ തയ്യാറാകുക. അപ്പൊ P ആയിരിക്കും എന്തുണ്ടാവുക, ഇക്വിലിബ്രിയം പ്രൈസ്. കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ദ ഫേം ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഡിറ്റർമിൻ ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദ പെർ യൂണിറ്റ് ഓഫ് കോസ്റ്റ് പ്രൊഡക്ഷൻ Q is P. Since P1 is greater than P1 greater than P, the total profit is represent shaded area P1 PLT. ഈ ഷെയ്ഡ് ചെയ്ത ഏരിയ ആണ് എന്ത് ചെയ്യുന്നത്, ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. മോണോപ്പൊളിസ്റ്റ് ഏൺഡ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. പോസിബിലിറ്റി ഓഫ് ലോസ്. ഇഫ് ദ ആവറേജ് കോസ്റ്റ് വെയർ ഹയർ ദാൻ ദ പ്രൈസ്. ആവറേജ് കോസ്റ്റ് പ്രൈസിനെ കാട്ടി കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലോസ് ഉണ്ടാവും. ആവറേജ് കോസ്റ്റ് ഇവിടുത്തെ AC എന്ന് പറയുന്നത് പ്രൈസിനെ കാട്ടി കൂടുതലാണെങ്കിൽ ഫേം ഏൺ ദ ലോസ്. The firm would incur loss. However, in the short term, the monopolist may continue to operate the long as it covers average variable cost. Average variable cost cover ചെയ്യുന്നത് ആ കണ്ടീഷൻ വരെ ഇവർ വിൽക്കാൻ തയ്യാറാവും. എന്തുകൊണ്ടാ, അവർ മാത്രമാണ്.
ഈവൻ ഇഫ് ഇറ്റ് മേക്സ് ലോസസ്. നോർമൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ മൊണോപ്പൊളി. ഇവിടെ നോക്കാം, ദിസ് ഇസ് എ നോർമൽ പ്രോഫിറ്റ് കണ്ടീഷൻ. എ സിയും പ്രൈസും ഈക്വൽ ചെയ്യുന്ന ഈ പോയിന്റ്, എ സിയും പ്രൈസും ഈക്വൽ ചെയ്യുന്ന ഈ പോയിന്റിൽ ഉള്ള ഈ കണ്ടീഷനിൽ എന്താണ്, എ സി ഇസ് ഈക്വൽ ടു പ്രൈസ്. സോ അവിടെ നോർമൽ പ്രോഫിറ്റ് ആണ്. ഇവിടെ നോക്കുക, എ സിനെ കാട്ടി കുറവാണ് പ്രൈസ്. പ്രൈസ് എ ആറിനോട് സമാണല്ലോ. സോ എ സിനെ കാട്ടിൽ കുറവാണ് പ്രൈസ്. സോ ഫേം ഈ ലെവലിലാണ് ഇവർക്ക് കോസ്റ്റ് വരുന്നത്, പക്ഷെ പ്രൈസ് ഇത്രയേ കിട്ടുന്നുള്ളൂ. സോ ഈ ഷെയ്ഡ് ചെയ്ത ഏരിയ എന്താണ്, ലോസ് ആണ്. ഇതാണ് ഷോർട്ട് റണ്ണിലെ നോർമൽ പ്രോഫിറ്റും അതേപോലെ തന്നെ ലോസും ഈ മൊണോപ്പൊളിയില്. ഇനി ലോങ് റൺ ഇക്വിലിബ്രിയം അണ്ടർ മൊണോപ്പൊളി. ലോങ് റണ്ണിൽ മാർജിനൽ റവന്യൂ ഈക്വൽ ടു ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പോലെ തന്നെ മറ്റൊരു രീതിയിലാണ്. പക്ഷെ ഇക്വിലിബ്രിയം കണ്ടീഷൻ ദ മൊണോപ്പൊളിസ്റ്റ് ഡിറ്റർമിൻ ഔട്ട്പുട്ട് ക്യൂ. ക്യൂലായിരിക്കും ഔട്ട്പുട്ട് വേർ എം ആർ ഈക്വൽ ടു എം സി. എം ആറും എം സിയും ഈക്വൽ ആണ്. ഇവിടെ നോക്കാം, എം സി ഇവിടെയാണ്, എം ആർ ഇവിടെയാണ്, എം ആർ ഇതാണ്. ഈ ലെവലിലാണ് ഔട്ട്പുട്ട് എടുക്കുക. അപ്പൊ അതിനോട് സമാനമായിട്ടുള്ള പ്രൈസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് എ ആറിനോട് കട്ട് ചെയ്യുന്നത്. അപ്പൊ പി ആണ് എന്തുണ്ടാവുക, പ്രൈസ് ലെവലായിട്ട് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത് നമ്മൾ എടുക്കുന്നത് മൊണോപ്പൊളിയിൽ എടുക്കുന്നത് എ ആറും എം ആറും എം സി ഈക്വൽ ആവുന്ന പോയിന്റ്. ഇതാണ് പോയിന്റ്. ആ ലെവലില് ഔട്ട്പുട്ട് എടുക്കും. അപ്പൊ ആ ലെവലിലുള്ള പ്രൈസ് എന്ന് പറയുന്നത് അതിന് സമാനമായിട്ടുള്ള എ ആർ കർവാണ്. അപ്പൊ എ ആറിൽ ഇതാവുന്നു. അപ്പൊ പി ആണ് എന്ത്, പി ആണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് പ്രൈസ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇൻ ലോങ് റണ്ണിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് അറ്റ് ദ ഇക്വിലിബ്രിയം അറ്റ് പ്രൈസ് P1 is higher than LAC. LAC-നെക്കാട്ടിലും കൂടുതലാണ്. LAC-നെക്കാട്ടിലും കൂടുതലാണ്. അപ്പൊ LAC ഈ പോയിന്റിൽ ഇത്ര കോസ്റ്റ് ഇവർക്ക് വരും, ഇത്ര കോസ്റ്റ് വരും. കോസ്റ്റ് ഈ ലെവലിലാണ്, പ്രൈസ് ഈ ലെവലിലാണ്. അപ്പൊ ഈ ഷെയ്ഡ് ചെയ്ത ഏരിയ ആണ് എന്ത്, പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന മൊണോപ്പൊളിസ്റ്റ് ഏൺ ചെയ്യുന്ന ലോങ് റണ്ണിൽ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഏരിയ. എക്സ്പ്ലെയിൻ ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് മൊണോപ്പൊളി. മൊണോപ്പൊളിസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റുകൾ. ഒന്ന്, ഇവര് ഹയർ പ്രൈസ് ആയിരിക്കും ഇടുക. എന്തുകൊണ്ടാണ്, അവരാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അത് കൺസ്യൂമറുടെ സർപ്ലസ് റെഡ്യൂസ് ചെയ്യും. ലോവർ ഔട്ട്പുട്ട് ആയിരിക്കും. അത് ടു മാക്സിമൈസ് പ്രോഫിറ്റ് മൊണോപ്പൊളിസ്റ്റ് ഓഫൺ റെസ്ട്രിക്ഷൻ പ്രൊഡക്ഷൻ ലീഡിങ് സ്കേഴ്സിറ്റി ആൻഡ് ഇൻഎഫിഷ്യൻസി. റെഡ്യൂസ്ഡ് കൺസ്യൂമർ ചോയ്സ്. ഇവിടെ കൺസ്യൂമറുടെ ചോയ്സ് വളരെ കുറവായിരിക്കും. നോ ആൾട്ടർനേറ്റീവ് പ്രൊഡക്റ്റ് ഇല്ല. ഇപ്പൊ കേരളത്തിൽ നമ്മൾ KSEB തന്നെ കറണ്ട് എടുക്കാനുള്ള പ്രധാന കാരണം എന്താണ്, ആൾട്ടർനേറ്റീവ് ചോയ്സിൽ. ആൾട്ടർനേറ്റീവ് ചോയ്സുകൾ പലതും വരുന്നുണ്ടെങ്കിലും ഒരു സോൾ ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇൻഎഫിഷ്യൻസി ആൻഡ് ലാക്ക് ഓഫ് ഇന്നോവേഷൻ. ഇവിടെ ഇൻഎഫിഷ്യൻസി ഉണ്ടാവും. മൊണോപ്പൊളീസ് ലാക്ക് മോട്ടിവേഷൻ ടു ഇംപ്രൂവ് ക്വാളിറ്റി. ഇംപ്രൂവ് ചെയ്യാൻ അവർക്ക് പ്രശ്നമില്ല, അവർ കോമ്പറ്റീഷൻ ഇല്ല. കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ഇന്നോവേറ്റ് ആയിരിക്കില്ല. ലീഡിങ് പ്രൊഡക്റ്റീവ് ആൻഡ് അലോക്കേറ്റീവ് ഇൻഎഫിഷ്യൻസി. പിന്നെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരിക്കും. ഡിഫറെന്റ് പ്രൈസ് സെയിം പ്രൊഡക്റ്റിന് ഉണ്ടാകും. ഇപ്പൊ കേരളത്തിലെ KSEB വ്യവസായ അടിസ്ഥാനത്തിലുള്ള ആളുകൾക്കും ഇൻഡിവിജ്വൽ കൺസ്യൂമറിനും ഡിഫറെന്റ് പ്രൈസ് ആണ്. ഇൻകം ഇനീക്വാലിറ്റി. മോണോപ്പൊളിസ്റ്റ് ക്രിയേറ്റ് വെൽത്ത് കോൺസെൻട്രേഷൻ ഓഫ് ദ ഫേം ആൻഡ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് വൈഡിങ് ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് ദ പുവർ. എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇൻകം ഇനീക്വാലിറ്റിക്കുള്ള ചാൻസ് ഉണ്ട്. പോർ കസ്റ്റമർ സർവീസ് വളരെ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ ഇല്ലാത്തത് കൊണ്ട് മോണോപ്പൊളീസ് മെൻ നെഗ്ലക്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഫെയിൽ ടു ഇംപ്രൂവ് സർവീസ് ഇംപ്രൂവ് ചെയ്യാൻ അവർ ഫെയിൽ ആണ്. ബാരിയർസ് ടു എൻട്രി ആൻഡ് മാർക്കറ്റ് ഡോമിനൻസ്. പുതിയ ഫേമിന് എൻട്രി ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ മാർക്കറ്റ് ഡോമിനൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ കസ്റ്റമറെ ചൂഷണം ചെയ്യാനുള്ള സാധ്യത. മിസ് അലോക്കേഷൻ ഓഫ് റിസോഴ്സിന്റെ മിസ് അലോക്കേഷനുള്ള സാധ്യത ഉണ്ട്. പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇൻഫ്ലുവൻസിനുള്ള സാധ്യത കൂടുതലാണ്. ഇത്രയാണ് ഒന്നാമത്തെ പാർട്ടിൽ നിങ്ങളുമായി സംവദിക്കാനുള്ളത്. ഇനി സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ നമുക്ക് ഇതിന്റെ അടുത്ത പാർട്ട് കാര്യങ്ങൾ പറയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.